വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരങ്ങൾ നേരിടുമ്പോൾ സർക്കാരുകളും സുരക്ഷാ ഏജൻസികളും പരമാവധി ആത്മസംയമനം പാലിക്കണമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അക്രമത്തെ അക്രമപരമായി നേരിടുമ്പോൾ ആ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണവും ആകുമെന്നും അത് കൂടുതൽ വഷളാകുമെന്നും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായി നിരീക്ഷണമുണ്ടായത്. അതായത് ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സമീപകാലത്തുണ്ടായ വിദ്യാർത്ഥി സമരങ്ങളുമായി ബന്ധപ്പെട്ട് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് എൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പറഞ്ഞത്, ഈ സമാധാനപരമായ മാർച്ചുകൾ നടക്കുമ്പോൾ ഈ സുരക്ഷാ ഏജൻസികളും മറ്റും അത് നേരിടുന്നത് സംയമനത്തിലൂടെ കൂടി ആയിരിക്കണം എന്നതാണ്. യുവാക്കൾ അക്രമത്തിലേക്ക് വഴുതി പോകുന്നത് തടയണമെന്നും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ സുരക്ഷാ ഏജൻസികൾ പരമാവധി ശ്രമിക്കണമെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം ഈ സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന്, ക്രമസമാധാന പാലനം നടത്തുന്ന സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം കൂടി പറഞ്ഞു. ഇതിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി സംസാരിക്കുക, ചർച്ച ചെയ്യുക എന്നതാണ്. എന്നിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് എന്നും അവരിൽ വിശ്വാസം നേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങൾ എങ്ങനെ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ക്രമസമാധാന പാലനം നടത്തുന്ന ഏജൻസികൾക്ക് അറിയാമെന്നും അത് അവരുടെ വിവേകത്തിന് വിട്ടു നൽകുന്നതാണ് നല്ലതെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഏതായാലും സമീപകാലത്തുണ്ടായ ഈ അക്രമങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ, വിദ്യാർത്ഥി സമരത്തിനിടെ ഉണ്ടായ അക്രമങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നടത്തിയ ഈ നിരീക്ഷണത്തിന് വലിയ പ്രാധാന്യമാണ് പൊതുവെ കൽപ്പിക്കപ്പെടുന്നത്.